friends, welcome to I Choose New World. ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ചമാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. മൂവാണ്ട മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുളി കൂടുതലുള്ള മാങ്ങയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പുളിക്കനുസരിച്ചിട്ട് മാങ്ങയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ ചമ്മന്തി തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഉണക്കമുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായാൽ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഉണക്കമുളക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് വേണ്ടിയിട്ട് 4 ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഉണക്കമുളക് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ലാസ്റ്റ് ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നമുക്ക് ഈ ബാക്കിയുള്ള വെളിച്ചെണ്ണ മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് മാങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് കറിവേപ്പില നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 10 ചെറിയ ഉള്ളികളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ചെറുതായിട്ട് അടിച്ചെടുക്കണം. പൾസ് മോഡിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പൾസ് മോഡിൽ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പോളം തേങ്ങ ചെറുകിയത് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് പൾസ് മോഡിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി, മാങ്ങ ചമ്മന്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഉണക്കമുളക് ഫ്രൈ ചെയ്തെടുത്ത വെളിച്ചെണ്ണ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.